നോക്കൂ, സുതാര്യത വേണമല്ലോ. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ട ആദ്യത്തെ ഭരണഘടനാ സ്ഥാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ശരിയായ രീതിയിൽ പുലരൂ എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അർദ്ധരാത്രിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്, നിയമിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രഖ്യാപനം നടന്നത്? നമുക്കറിയുന്നത് പോലെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, ഇവരുടെ ഒരു സമിതിയാണ് ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തീരുമാനിക്കുന്നത്. ആ സമിതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു ഡിസന്റ് നോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഡിസന്റ് നോട്ട് ആരംഭിക്കുന്നത് തന്നെ 1949 ജൂൺ മാസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ രാജ്യത്ത് നിയമിക്കണമെന്നത് സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാതാക്കൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് അംബേദ്കർ നടത്തിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ എക്സ് വഴി പുറത്തുവിട്ടിരിക്കുന്ന ഡിസന്റ് നോട്ട് ആരംഭിക്കുന്നത്. അതിനകത്ത് എന്താണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്? 49 ജൂണിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ച ചർച്ചയിൽ ഒരു കാരണവശാലും എക്സിക്യൂട്ടീവ് കമ്മീഷനിൽ ഇടപെടരുത് എന്നാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. ആ കോട്ടോട് മുന്നോട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, 2023 മാർച്ച് 2 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒരു ഇടക്കാല വിധി പ്രഖ്യാപിക്കുന്നു. ആ ഇടക്കാല വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ആ കമ്മിറ്റി എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, പിന്നെ സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ പരമോന്നത ന്യായാധിപനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഈ 3 പേരാണല്ലോ ആ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത്. എന്താണ് അങ്ങനെ ഒരു കമ്മിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ, പ്രധാനമന്ത്രിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ടാകും, പ്രതിപക്ഷ നേതാവിന് വേറിട്ടൊരു അഭിപ്രായം ഉണ്ടാകും. ഇവിടെ ന്യൂട്രലായിട്ട് നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആളാരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ മാത്രമാണ് ആ കമ്മിറ്റിക്ക് ആ കമ്മിറ്റി കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആ കമ്മിറ്റിയുടെ അംഗങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ഒരു ബോധ്യമുണ്ടാകണം. അത് ഏകപക്ഷീയമായി കൂടാ. ഇപ്പം എന്താണ് ആ ഉത്തരവ് ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കിയ ഉത്തരവിനെ അത് മറികടക്കാൻ വേണ്ടി ഭരണഘടനയുടെ ചട്ടം തന്നെ ഭേദഗതി ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയാണ് തീരുമാനമെടുത്തത്? നമ്മളിത് ഒരു വർഷം മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഈ വിഷയം. അതായത് എങ്ങനെയാണ് അത് പ്രധാനമന്ത്രി ഉണ്ടാകും, അതുപോലെ തന്നെ പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും, അതുകൂടാതെ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. അങ്ങനെ ഒരു കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആ കമ്മിറ്റിയുടെ തീരുമാനം നിശ്ചയമായിരിക്കുമെന്നുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു അഭിപ്രായം പറയുന്നു, പിന്നെ പ്രധാനമന്ത്രി തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിൽ പ്രധാനമന്ത്രിക്ക് താഴെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിനിസ്റ്റർ അതിനോട് ഡിസെൻറ്റ് ചെയ്യുമോ, അതിനോട് ഒപ്പോസ് ചെയ്യുമോ? അപ്പോൾ പിന്നെ 2-1 അല്ലേ തീരുമാനം. അങ്ങനെയാണ് പിന്നെ ഈ കമ്മിറ്റി കൂടുന്നത് എന്തിനാണ് ഈ കമ്മിറ്റി തന്നെ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കുന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ പറയുന്ന ഇന്ത്യൻ സർക്കാർ 2019-2024 ഇന്ത്യ ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ എടുത്തതെന്നുള്ള അഭിപ്രായം അന്നും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്തിനാണ് മാറ്റുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി ഇരിക്കുന്ന ഒരു കമ്മിറ്റിക്കുണ്ടാകുന്ന ആ പറയുന്ന അംഗീകാരമുണ്ടല്ലോ, ആ കമ്മിറ്റിയെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ബോധ്യമുണ്ടല്ലോ, അത് വളരെ പ്രധാനമല്ലേ? അത് പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾക്ക് തോന്നുന്ന ആളുകളെ ഞങ്ങൾ നിയമിക്കും എന്നൊരു നിലപാടെടുക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിലാകുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയല്ലേ രാജ്യത്തെ ജനാധിപത്യത്തോടുകൂടി? അങ്ങനെ ഒരു ഏകപക്ഷീയമായ കമ്മിറ്റി നല്ലൊരു തീരുമാനം എടുക്കും എന്ന് നമുക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? നമുക്കറിയാമല്ലോ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിട്ടുള്ള, ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? അത് ഇലക്ഷൻ കമ്മീഷനാണെന്നേ, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിരന്തരം ആരോപണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് അറിയാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കർക്കശക്കാരാണ് എന്നുള്ള നിലയ്ക്കാണ് ആക്ഷേപം ഉണ്ടായിട്ട്. ഇപ്പോൾ ടി.എൻ. ശേഷൻ്റെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ ആരോപണങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചുകൊണ്ട്, അത് ഭരണകൂടം അടക്കം ഉന്നയിച്ചിട്ടുണ്ട്, സർക്കാർ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അത്ര കാർക്കശ്യത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? വളരെ ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ആരോപണം. നമുക്കിപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കാം. 2024 തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടത്. ഒന്നാമത്തെ ആക്ഷേപം, ഈ പറയുന്ന വോട്ടർ ടേൺ ഔട്ട്, എത്ര പേര് വോട്ട് ചെയ്തു എന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് പ്രഖ്യാപിക്കുമല്ലോ. ഇന്നിപ്പോൾ രാവിലെ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് വിചാരിക്കുക, 6 മണിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഒരു റിപ്പോർട്ട് വരുമല്ലോ, എത്ര പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് നടന്നു, എത്ര പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് വരുമല്ലോ. നമ്മളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യും. എന്ത് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇതിൽ നേരിയ വ്യത്യാസമുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരും നമുക്ക് ആ റിപ്പോർട്ട് തരിക. പിറ്റേ ദിവസം രാവിലെ ഒരു കറക്ഷൻ ഉണ്ടാകും, അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും, എന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. ഈ പ്രാവശ്യം 2024 പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. 1ാം ഘട്ട പോളിംഗിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് എപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തേക്ക് വിട്ടത്? 10 ദിവസങ്ങൾക്ക് ശേഷമാണ്. 10 ദിവസങ്ങൾക്ക് ശേഷം ആദ്യഘട്ട പോളിംഗിൻ്റെ പെർസെൻറ്റേജ് പുറത്തുവിട്ടു. 2ാം ഘട്ട പോളിംഗിൻ്റെ പെർസെൻറ്റേജ് പുറത്തുവിട്ടത് 4 ദിവസങ്ങൾക്ക് ശേഷം. ഇതൊരു തമാശ എന്ന് പറയുന്നത്, തമാശയല്ല കേട്ടോ, ഇതൊരു ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. 1ാം ഘട്ട പോളിംഗ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇലക്ഷൻ കമ്മീഷനിൻ്റെ ഉദ്യോഗസ്ഥർ നമുക്ക് തരുന്ന പോളിംഗ് പെർസെൻറ്റേജും 10 ദിവസം കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരീകരിച്ച് ഔദ്യോഗികമായി പുറത്തേക്ക് വിടുന്ന പോളിംഗ് പെർസെൻറ്റേജ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന്
എത്രയാണെന്നറിയോ? 5 to 6%. ഇത്രയും വലിയൊരു വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ആക്ഷേപം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു മറുപടിയും കൺവിൻസിംഗ് ആയ ഒരു എക്സ്പ്ലനേഷനും ഈ നിമിഷം വരെ ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമല്ലേ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനാധിപത്യപരമായി പങ്കെടുക്കുമ്പോൾ അത് സുതാര്യമായിരിക്കണമെന്നും അത് സംബന്ധിച്ച് എല്ലാ ഇൻഫർമേഷനും അവർക്ക് കൈമാറണമെന്നുള്ള ഉത്തരവാദിത്ത ബോധം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവണ്ടേ? അതവർ കാണിച്ചിട്ടില്ലല്ലോ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണമുണ്ടല്ലോ, വോട്ട് പോൾ ചെയ്യുന്നു, കാസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വോട്ട് എണ്ണുന്നു, ഇത് തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി. അതും വളരെ പ്രധാനപ്പെട്ട, ഇതൊക്കെ സുപ്രീം കോടതിയിൽ കേസുകളായിട്ട് വന്നിട്ടുള്ളതാണ്, ചെറിയ കാര്യമല്ല. ഇവിടുത്തെ സിവിക് ബോഡി ഓർഗനൈസേഷൻസ്, ഈ പറയുന്ന പല പൗരസംഘടനകളും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള കേസുകളാണ് ഇതൊക്കെ. അതായത് ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ അന്തരമുണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. EVM-മായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലൊക്കെ ഹെയ്റ്റ് സ്പീച്ചുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, പലതരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ്? പുച്ഛിച്ച് തള്ളുകയല്ലേ? പ്രതിപക്ഷത്തിന് നിരന്തരം കയറി ഇറങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 2024. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം എത്ര വലിയ വിദ്വേഷ പ്രസംഗം ആ രാജ്യത്ത് നടത്തിയത് നമുക്കൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഈ രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അവർ പെറ്റുകൂട്ടുന്നവരാണെന്നും പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും ഒരു നടപടി അക്ഷരം പിന്നിട്ടുണ്ടോ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുകയല്ലേ ചെയ്തത്. മാത്രമല്ലോ, പ്രതിപക്ഷത്തെ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ വാണിംഗും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ ഒരു ആയുധമായ ഒരു ടൂളായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ രാജ്യത്തെ വോട്ട് ചെയ്യുന്ന ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായാൽ, ബഹുഭൂരിപക്ഷം പോട്ടെ ഒരു ന്യൂനപക്ഷത്തിനുണ്ടായാൽ പോലും അതൊരു പ്രശ്നമല്ലേ? അത് നമ്മുടെ ഈ എന്താ പറയുക, ജനാധിപത്യത്തിൽ വീഴുന്ന ഒരു കറുത്ത പാടല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ളപ്പോഴാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നതേ. എങ്ങനെയാണ്? ഞാനും പിന്നെ എൻ്റെ ഒരു കൈക്കാരനും പിന്നെ പ്രതിപക്ഷ നേതാവും കൂടി കാര്യങ്ങൾ തീരുമാനിക്കും. ഞാനും എൻ്റെ കൈക്കാരനും കൂടി അങ്ങ് തീരുമാനം എടുക്കും. ആ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് അറിയിക്കും, നമ്മൾ അതങ്ങ് നടപ്പാക്കും. ഇതാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നൊരു കാര്യം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, നാളെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നാളെ ഈ കേസ് എടുക്കാണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മാസം 12-ാം തീയതിയാണ് ഈ കേസ് എടുക്കേണ്ടിയിരുന്നത്. ആ കേസ് ലിസ്റ്റ് ചെയ്തപ്പോൾ അത് അന്ന് എടുക്കാൻ കഴിഞ്ഞില്ല, അത് പോസ്റ്റ്പോൺ ചെയ്തു നാളത്തേക്ക്. പ്രശാന്ത് ഭൂഷൺ ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്ന കാര്യം എന്താണ്? നാളെ 1ാമത്തെ കേസായിട്ട് ഇത് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 41-ാമതായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, 41-ാമത്തേക്ക് എത്തണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റിസ് സൂര്യകാന്താണ് ഈ കേസ് നോക്കുന്നത്. അദ്ദേഹം പറഞ്ഞതാ അറിയോ, നമുക്കിത് ലിസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഒന്നും മുകളിലോട്ടാക്കാനൊന്നും പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇടയ്ക്ക് മെൻഷൻ ചെയ്യൂ, അപ്പോൾ നമുക്കിത് പരിഗണിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ ഇതൊരു പക്ഷേ പരിഗണിച്ചേക്കും, പരിഗണിക്കപ്പെടേണ്ട ഒരു കേസാണ്. നാളെ ഈ കേസ് പരിഗണിക്കാതിരിക്കുന്ന സമയത്താണ് ഇന്നലെ രാത്രിയിൽ അടിയന്തരമായിട്ട് യോഗം കൂടിയിട്ട് ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അങ്ങ് നിയമിക്കുന്നത്. അതെന്താണെന്നറിയോ? സുപ്രീം കോടതിയെ വെട്ടിലാക്കുകയാണെന്ന് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഒരാളെ അങ്ങ് നിയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ നടക്കാനിരിക്കുന്ന ഒരു ചർച്ചയിൽ സുപ്രീം കോടതി കേസിൻ്റെ വാദത്തിൽ സുപ്രീം കോടതി ഇത് റദ്ദാക്കുന്നു എന്നൊരു വിധി പ്രഖ്യാപിക്കുമെന്നൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. സുപ്രീം കോടതി അങ്ങനെ വലിയ നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ കോടതിയായിരുന്നല്ലോ രാജ്യത്തെ ഈ പറയുന്ന സുപ്രീം കോടതി. എപ്പോഴാണ്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത്. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ ഈ 2014 ശേഷം ഇന്ത്യൻ കോടതികളെക്കുറിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അവരുടെ നിഷ്പക്ഷതയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല നാളെ ഈ പറയുന്ന കോടതി വിധി ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടോ വരുമെന്നൊന്നും. പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്തൊരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു കേസ് നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പാടില്ല. അപ്പോൾ അത് മനഃപൂർവ്വം സുപ്രീം കോടതിയെ പ്രതിസന്ധിയിലാക്കുകയാണ്, ബുദ്ധിമുട്ടിലാക്കുകയാണ്, വെട്ടിലാക്കുകയാണ്. ഞങ്ങളുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗാനേഷ് കുമാർ ഒരു അപ്പറേറ്റർ ആയിട്ടുള്ള ഓഫീസറൊക്കെ തന്നെ ആയിരിക്കും. 1988 കണ്ടാണല്ലേ അയാൾ കേരള കേഡറിലുള്ള AS ഓഫീസറാണ്. എറണാകുളത്ത് ജില്ലാ കളക്ടറായിരുന്നു, കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണറായിരുന്നു, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഗാനേഷ് കുമാർ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ച എവിടെയാണെന്നറിയാമോ? ഹോം മിനിസ്ട്രിയിലാണ്. ഹോം മിനിസ്ട്രിയിൽ അമിത്ഷായുടെ കൂടെയാണ് കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം പ്രവർത്തിച്ചുള്ളതെന്ന് മാത്രവുമല്ല, അദ്ദേഹത്തിനൊരു പ്രത്യേക ചുമതല ഹോം മിനിസ്റ്റർ കൊടുത്തിരുന്നു. അത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഡെസ്കിൻ്റെ ചുമതലയായിരുന്നു. JNK ഡെസ്കിൻ്റെ ചുമതലയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് ആർട്ടിക്കിൾ 370 അബോർജിനേറ്റ് ചെയ്യുന്നത്, റദ്ദാക്കുന്നത്. ആ ദിവസങ്ങളിലെല്ലാം അന്ന് പാർലമെൻറ്റിലേക്ക് ഈ പറയുന്ന അമിത്ഷായെ അനുഗമിച്ചിരുന്ന ആൾ കൂടിയാണ് ഗാനേഷ് കുമാർ. ഞാൻ അയാളുടെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചൊന്നും അല്ല ചോദ്യം ചെയ്യുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ തന്നോടൊപ്പം കഴിഞ്ഞ 5-6 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, രാജ്യം തന്നെ വലിയ വിവാദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇനിഷ്യേറ്റീവും എടുത്തയാൾ, അത് തയ്യാറാക്കിയ ആൾ, അക്കാര്യത്തിലെല്ലാം എന്താ പറയുക, ആഭ്യന്തരമന്ത്രിയെ പാർലമെൻറ്റിലേക്ക് അനുഗമിച്ചിട്ടുള്ള ആൾ, ഒരു ഉദ്യോഗസ്ഥരെ പാർലമെൻറ്റിലേക്ക് അനുഗമിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ വന്നിട്ടുള്ള ആൾ, അങ്ങനെ വിശ്വസ്തനാണ് എന്ന് രാജ്യത്തെ സർക്കാരിന് തോന്നുന്ന ഒരാളെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയോഗിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം എന്താണെന്നേ. ഓരോ ഭരണഘടനാ സ്ഥാപനത്തെയും തങ്ങളുടെ പരിധിയിലാക്കിക്കൊണ്ട് രാജ്യത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരാണ്
ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് പല തീരുമാനങ്ങളിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ട്. അതിലെ അവസാന തീരുമാനം മാത്രമാണിത്. രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് കറക്റ്റാണ്. ആ ഡിസൻ നോട്ടോടുകൂടി ഇറങ്ങി പോരുക തന്നെയാണ് വേണ്ടത്, ഒരു സംശയവുമില്ല. പക്ഷേ ആ ഡിസൻ നോട്ടിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു നിലപാടായിരിക്കും ഈ പറയുന്ന സർക്കാരിൻ്റെ എന്ന കാര്യത്തിലൊരു സംശയമില്ല. ജ്ഞാനേഷ് കുമാർ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് തുടരും. ഒരു കമ്മീഷണർ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ 2024 പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച് പോയില്ലേ? അദ്ദേഹത്തിൻ്റെ പേര് അരുൺ ഗോയൽ എന്നല്ലേ? ഈ നിമിഷം വരെ നമുക്കറിയാവോ എന്തിനാ രാജി പ്രഖ്യാപിച്ചതെന്നുള്ളത്? രാജിവെച്ചിട്ടേ അടുത്ത ദിവസം അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് രാജ്യം അങ്ങ് പോവുകയാണ്. ഇനി ഇതിന് മുമ്പ് 2020 വേറൊരു പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചിട്ടുണ്ടല്ലോ, അശോക് ലവാസയുടെ പിന്നെ രാജിയുടെ കാരണം എന്തായിരുന്നു? നമുക്കറിയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെയും വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായിട്ട് നടപടിയെടുക്കണമെന്ന് നിലപാട് കമ്മീഷനകത്തെടുത്ത ആളാണ് അശോക് ലവേസ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു അല്ലേ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നെ മൊബൈൽ ഫോൺ ടാപ്പ് ചെയ്തു. അദ്ദേഹം നിവർത്തിയിട്ടിട്ട് രാജിയും വെച്ച് സ്ഥലം വിട്ടു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതായാലും സുപ്രീം കോടതിയെയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെയും ഒരേ സമയം വെല്ലുവിളിക്കുന്ന കൊഞ്ഞനം കുത്തുന്ന ഒരു തീരുമാനവും നടപടിയുമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അങ്ങേയറ്റം ആശങ്കയിലായിരിക്കുന്നു, സംശയത്തിനിടയിലായിരിക്കുന്നു. ആ അർത്ഥത്തിൽ രാജ്യത്തെ ജനാധിപത്യം തന്നെ വെല്ലുവിളി നേരിടുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആ വെല്ലുവിളിയുടെ അവസാനത്തെ സൂചനയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.